പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായുടെ ആരോഗ്യനില ഏകദേശം ഇന്നലത്തെ പോലെ തുടരുകയാണെന്നാണ് നമുക്കറിയാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ കിട്ടിയ വാർത്തയനുസരിച്ച് പരിശുദ്ധ പിതാവിൻ്റെ ഓക്സിജൻ്റെ സപ്പോർട്ട് തുടരുകയാണ്. അതുപോലെ തന്നെ മെഡിക്കൽ തെറാപ്പിയും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. വലിയ ആരോഗ്യത്തിന് വലിയ രീതിയിൽ അവസ്ഥകളും മറ്റു വ്യത്യാസങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം. അതേസമയം ഇന്നലെ പരിശുദ്ധ പിതാവിനെ വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റിൻ്റെ സെക്രട്ടറി കാർഡിനൽ പീത്രോ പരോളിനും ആർച്ച് ബിഷപ്പ് പെനെ പാരിയും വിസിറ്റ് ചെയ്തിരുന്നു. മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തി കാനനൈസേഷനുള്ള പല ഡോക്യുമെൻറ്റിലും ഒപ്പുകൾ വെച്ചു എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ ഇന്ന് ചൊവ്വാഴ്ച പ്രഖ്യാപിച്ച കാനനൈസേഷനുള്ള കാരണങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി ഉത്തരവുകളിൽ ഒപ്പുവെച്ചെന്നും നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നു. ഇതുവരെ മാർപ്പാപ്പയെ കണ്ടിട്ടുള്ളവരുടെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ മാർപ്പാപ്പ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയതിനു ശേഷം ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ജോർജിയ മെലോനി പരിശുദ്ധ പിതാവിനെ കഴിഞ്ഞ ദിവസം സന്ദർശിക്കുകയുണ്ടായി. അതുകൂടാതെ ജമലി ഹോസ്പിറ്റലിലുള്ളതും വത്തിക്കാൻ്റെ മെഡിക്കൽ ടീമും അതുപോലെ മെഡിക്കലായിട്ട് ബന്ധപ്പെട്ട മറ്റു ഉദ്യോഗസ്ഥരും മാത്രമാണ് പരിശുദ്ധ പിതാവിനെ സന്ദർശിക്കുവാനുള്ള അവസരം ലഭിച്ചതും പരിശുദ്ധ പിതാവിനോട് ആയിരിക്കുവാനായിട്ട് സാധിച്ചിട്ടുള്ളവരും. അതുപോലെ ഇന്നലെ രാത്രി സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ പരിശുദ്ധ പിതാവിന് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. അതിന് നേതൃത്വം കൊടുത്തത് വത്തിക്കാൻ സെക്രട്ടറി സ്റ്റേറ്റിൻ്റെ കാർഡിനലായ പീത്രോ പരോളിനാണ്. അതുപോലെ ഇന്ന് നടക്കുന്ന 9 മണിക്കത്തെ ജപമാല പ്രാർത്ഥനയിൽ രാത്രിയിൽ നടക്കുന്ന ജപമാല പ്രാർത്ഥനയിൽ നേതൃത്വം കൊടുക്കുന്നത് ഡിക്കാസ്ട്രി ഇവാഞ്ചലൈസേഷൻ്റെ തലവനായ കാർഡിനൽ താഗ്ലെ ആയിരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഓരോ ദിവസവും സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ രാത്രി 9 മണിക്ക് റോമൻ സമയം രാത്രി 9 മണിക്ക് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതായിരിക്കും. അപ്പോൾ ഓരോ ദിവസവും ഈ ജപമാലയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് ഓരോ കാർഡിനൽമാർ ആയിരിക്കുമെന്നാണ് നമുക്കറിയാനായിട്ട് കഴിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്ന് പ്രധാനമായിട്ട് വത്തിക്കാൻ ന്യൂസ് പുറപ്പെട്ട മറ്റു പ്രധാനമായ ഒരു കാര്യമെന്ന് പറയുന്നത് വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റിൻ്റെ അടിസ്ഥാന നിയമം പരിശുദ്ധ പിതാവ് മാറ്റുന്നതായിട്ട് പ്രഖ്യാപിച്ചു. അതായത് 2023 മെയ് മാസം 13-ാം തീയതി വരുത്തിയ ഒരു ഭേദഗതി അത് വീണ്ടും പരിശുദ്ധ പിതാവ് മാറ്റുകയാണ് ചെയ്തത്. അതായത് 2023 നിയമപ്രകാരം വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റിൻ്റെ ഗവർണർത്തോരായിട്ട് ഒരു കാർഡിനലിന് മാത്രമേ ആയിരിക്കുവാനുള്ള സാധ്യതയുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ആ നിയമം മാറ്റിക്കൊണ്ട് പരിശുദ്ധ പിതാവ് ഇപ്പോൾ പുതിയ ഒരു സിസ്റ്ററിനെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്കെല്ലാം അറിയുന്നത് പോലെ സിസ്റ്റർ റഫെല്ല പെദ്രീനയെ ആണ് അപ്പോയിൻറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് വത്തിക്കാൻ്റെ ഈ അടിസ്ഥാന നിയമം ഭേദഗതി ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റിൻ്റെ ജനറൽ സെക്രട്ടറിമാരായിട്ട് 2 പേരെ പരിശുദ്ധ പിതാവ് നിയമിക്കുകയും ചെയ്തു. അപ്പോൾ ഇന്നത്തെ വാർത്ത അനുസരിച്ച് ഒത്തിരിയേറെ ജോലിപരമായ കാര്യങ്ങൾ പരിശുദ്ധ പിതാവ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ആരോഗ്യത്തിൻ്റെ നില തീവ്രമായി തുടരുന്നുണ്ടെങ്കിലും മാനസികാവസ്ഥ സ്റ്റേബിൾ തന്നെയാണ്. മറ്റു കാര്യങ്ങളുമായിട്ട് വത്തിക്കാൻ്റെ ഫങ്ഷനിങ്ങിൻ്റെ കാര്യങ്ങളുമായിട്ട് പരിശുദ്ധ പിതാവിന് മാനസികമായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്നാണ് ഇതൊക്കെയായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. പരിശുദ്ധ പിതാവിൻ്റെ ആരോഗ്യപരമായ മറ്റു റിപ്പോർട്ടുകൾ ഏതാനും മണിക്കൂറുകളിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. റോമിൽ നിന്ന് ഗുഡ്നസ് ചാനലിന് വേണ്ടി ഫാദർ ജോജി കളരിക്കൽ.